ഇതുപോലെ വാട്ടർ ടാങ്ക് സ്റ്റീൽ ഉണ്ടാക്കുമ്പോൾ ഇടിമിന്നലേൽക്കുമെന്നല്ലേ നിങ്ങളുടെ സംശയം? നമ്മൾ ഈ ഫാക്ടറിയിൽ വന്ന് അതിന്റെ എല്ലാ സംശയം തീർത്ത് തരണം എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ പ്രൊഡക്ഷൻ ആണല്ലേ? ഇവിടെയുള്ള ഡസ്റ്റിനൊക്കെ ഒന്ന് കറക്കി അങ്ങ് എടുത്തു കൊണ്ട് പൊക്കോളും. അതാണ് ഇതിന്റെ ഒരു പ്രവർത്തനങ്ങൾ കേട്ടോ. ടാങ്കും SS തന്നെയാണ്, സ്റ്റാൻഡും SS തന്നെയാണല്ലേ? സാധാരണ ഒരു വീട്ടിലേക്ക് 1000 ഒക്കെയാണ് കാണാറുള്ളത്. ആവറേജ് നമ്മള് 1000 ആണ് മാക്സിമം വീടുകളിൽ പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു ടാങ്ക് പുറത്ത് വെച്ചിട്ട് വെള്ളം ചൂടാവില്ലേ? വെള്ളം ചൂടാവില്ല. തുരുമ്പ് വരുമോ? ഇല്ല, റസ്റ്റ് വരില്ല. വാട്ടർ ഫുൾ ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ഈ വെൽഡിങ്ങിന്റെ ഗ്യാപ്പ് വഴി ലീക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നു. 10 വർഷം വാറണ്ടി ആണ്. അതിന്റെ കൂടെ തന്നെ വെൽഡിങ്ങിന്റെ കൂടെ തന്നെ വാട്ടർ സർക്കുലേഷൻ നടത്തി കൂളാക്കിക്കൊണ്ടിരിക്കും. അതെ, നമ്മളിപ്പോ 500 മുതൽ 2000 വരെ ഇവിടെ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എവിടെ വന്നിരിക്കുന്ന അറിയോ? ഒരു സ്റ്റീൽ വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ, അതെ ഹൈക്കോന്റെ ഫാക്ടറിയിലാണ്. നമ്മൾ ഇന്ന് ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർ ടാങ്കുകൾ ഉപയോഗിക്കാത്ത വീടുകളില്ല. ചൂട് കൂടുമ്പോൾ ഹൈജീന് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതുപോലുള്ള സാഹചര്യത്തിൽ നമുക്ക് വീടുകളിൽ സാധാരണ വാട്ടർ ടാങ്ക് മതിയോ? ഇതുപോലുള്ള സ്റ്റീൽ വാട്ടർ ടാങ്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നിർമ്മിക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. ഡെക്കോ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഹൈക്കന്റെ ഫാക്ടറിയിലാണ്. സുനിൽ സാറാ കൂടെ അല്ലേ? നമസ്കാരം. നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സിനുള്ള സംശയമാണ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ഉപയോഗിക്കണമെന്ന്. സാധാരണ വാട്ടർ ടാങ്ക് പോരെ? നമ്മുടെ നാട്ടിലെ ചൂട് കൂടി വരിക. ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ സ്റ്റീൽ വാട്ടർ ടാങ്ക് ഉപയോഗിക്കണം? അത് ഏറ്റവും ഹൈജീനിക് ആണ് എന്നുള്ളതുകൊണ്ടാണ് സ്റ്റീൽ ടാങ്ക് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അവർ ഒറ്റ പോയിന്റ് തന്നെ മതിയില്ലേ? കാരണം സാധാരണ ഇതുപോലെ ടാങ്കുകളൊക്കെ നമുക്ക് വെയിലടിക്കുന്ന സ്ഥലത്ത് വെച്ച് പ്ലാസ്റ്റിക് ടാങ്കുകളാണ് അല്ലേ? ചൂടടിച്ചു കഴിഞ്ഞാൽ അതിന് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകും, അതുപോലെ വെള്ളം ചൂടാവും എന്നൊക്കെ ഉള്ളത് തന്നെയാണ് പ്രശ്നം. നമ്മൾ ഈ ഫാക്ടറിയിൽ വന്ന് അതിന്റെ എല്ലാ സംശയം തീർത്ത് തരണം എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ പ്രൊഡക്ഷൻ ആണല്ലേ? അതെ, ഇത് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. ഒരുപാട് ടാങ്കുകൾ ഉണ്ട്, പല സൈസുകളായിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റീൽ വാട്ടർ ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചൂടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ ഒരു ടാങ്ക് പുറത്ത് വെച്ചത് വെള്ളം ചൂടാവില്ലേ? വെള്ളം ചൂടാവില്ല. ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം, ഇത് സ്റ്റീൽ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയണം. ഇതില് ചൂടാവില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് SS 304ന്റെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അത്ര പെട്ടെന്ന് സാധാരണ പ്ലാസ്റ്റിക് ടാങ്കുകൾ ഉപയോഗിക്കുന്ന പോലെ അത്രയ്ക്ക് ചൂട് ഇതിൽ എഫക്ട് ചെയ്യില്ല. ഓക്കെ. പിന്നെ ഇത് രണ്ട് ഫിനിഷ് എനിക്ക് തോന്നി, ഇതൊരു മാറ്റ് ഫിനിഷ് പോലെ ഉണ്ടെന്നു. അതെ, നമ്മുടെ അടുത്ത് 2 ടൈപ്പ് ഉണ്ട്. മാറ്റ് ഫിനിഷ് ഉണ്ട്, മിറർ ഫിനിഷ് ഉണ്ട്. മിറർ ആകുമ്പോൾ ഒന്നുകൂടി റിഫ്ലക്ഷൻ അടിച്ചു പോകുന്നു. അതെ, അത്രയ്ക്ക് ഹീറ്റ് ഉള്ളിലേക്ക് എഫക്ട് ആവില്ല. അപ്പൊ ഇതിലെ ഹൈജീൻ ആണ് ഏറ്റവും വലിയൊരു കാര്യം. സാധാരണ വാട്ടർ ടാങ്ക് ബ്ലാക്കും വൈറ്റ് ഒക്കെ വരുന്നത് നമുക്കൊരു 5 വർഷം 6 വർഷമൊക്കെ കിട്ടും ക്വാളിറ്റിയിൽ അല്ലേ? അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാട്ടർ ടാങ്ക് എത്ര വർഷം കിട്ടും? നമുക്ക് എബൌട്ട് 10 ഇയേഴ്സ്, അതായത് 10 വർഷത്തിൽ കൂടുതൽ നമുക്ക് ലൈഫ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ വന്നതിൽ പ്രധാനപ്പെട്ട കാരണം ഇത് എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് കാണിക്കാനാണ്. അപ്പോൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇപ്പോൾ ഇങ്ങനെ കാണുന്നു. ഇത് SS എത്ര ഗ്രേഡ് വരും? SS 304 L ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ റസ്റ്റ് വരുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. തുരുമ്പ് വരുമോ? ഇല്ല, റസ്റ്റ് വരില്ല. അത്ര ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നത് അല്ലേ? അതെ, ഇതിന്റെ ഒരു കവറിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഇതിന്റെ മറ്റേ ടോപ്പ് ഡിഷ് ആണ് വരുന്നത് അല്ലേ? ഓക്കെ. ഈ ബ്ലൂ കളർ അല്ല, അത് കവറാണ് കേട്ടോ. ഇത് ഇതിന്റെ കവറാണ്. റിമൂവ് ചെയ്യും. ഇത് അതിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്യും. അപ്പൊ ഞാൻ ഇത് എടുത്തതിന് കാരണം ഇതിന്റെ തിക്നെസ്, അതാണ് മറ്റൊരു ചോദ്യം വരിക അല്ലേ? ഇത് എത്ര കട്ടിയുണ്ട്, കനമുണ്ട് എന്നുള്ളത്. മിറർ ഫിനിഷ് ആയിട്ടുള്ള വാട്ടർ ടാങ്കുകളാണെങ്കിൽ 0.6 mm, മാറ്റ് ഫിനിഷ് ആണെങ്കിൽ 0.5 mm വരുന്നത്. 10 വർഷ വാറണ്ടിയാണ് ഹൈക്കൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കിന് നിങ്ങൾ കൊടുക്കുന്നത് അല്ലേ? ഇതിന്റെ സൈസ്, നമ്മളിപ്പോ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് ഏത് സൈസാണ്? ഇത് 1000 ആണ് അല്ലേ? ഓക്കെ. സാധാരണ ഒരു വീട്ടിലേക്ക് 1000 ഒക്കെയാണ് കാണാറുള്ളത്. ആവറേജ് നമ്മള് 1000 ആണ് മാക്സിമം വീടുകളിൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് ഒരു വാട്ടർ ടാങ്ക് അല്ലേ? മിറർ ആയിട്ടുള്ള ഫിനിഷ് കാണാൻ പറ്റും. ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, ഇതിലൂടെ വെള്ളം ഇറങ്ങുന്നു, അതുപോലെ ഇതിനുള്ള എല്ലാ പാർട്സും SS തന്നെ നിങ്ങൾ കൊടുക്കും. എല്ലാ പാർട്സും. ഇപ്പൊ പാർട്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മെയിൻ ബോഡി അല്ലേ? ഇതാണ്. ഇത്രയും മിറർ ആയിരിക്കും നമ്മളെല്ലാം കാണുന്ന പോലെ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് പ്രോസസ് ഇല്ല ഇതിന്റെ? ഇത് റൗണ്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതുപോലുള്ള വാട്ടർ ടാങ്കിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കൂല അല്ലെ? ടോപ്പ് ബോട്ടം ഇതുപോലെ വരും.
ഇത് ടോപ്പ്. ഇത് ടോപ്പാണ്. ഇത് ടോപ്പ്. ഇതാണ് ഇതിന്റെ ബോട്ടം. ഓക്കെ. ഇങ്ങനെ കർവായിട്ടാണ് വരുന്നത്. അതെ. അപ്പൊ ഈ കാണുന്ന പോയിന്റ് കണ്ടില്ലേ, ഇത് സാധാരണ നമുക്ക് പൈപ്പിലേക്ക് വരുന്ന വെള്ളത്തിനല്ല. അല്ല, അത് ഇവിടെ കാണുന്നു അല്ലേ? ഇതാണ് ഇതിന്റെ മറ്റേ ഡ്രെയിൻ അല്ലേ? അതായത് ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ഭാഗം. ഇതാണ് ഇതിന്റെ ഡ്രെയിൻ. അതായത് നമുക്ക് ഇതുപോലുള്ള ടാങ്കുകൾ ഇടയ്ക്ക് കയറി ക്ലീൻ ചെയ്യാന്നുള്ളതിന്റെ ആവശ്യം വരുന്നില്ല. അതായത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് മറ്റേ കർവ് ഷേപ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കർവ്ഡ് ഷേപ്പ് ആയത് കാരണം കൊണ്ട് ഇതിനു മുമ്പ് ഡൗട്ട് വന്നിട്ടുണ്ടാവും, ഈ ഔട്ട്ലെറ്റിലേക്ക് വരുമോ ഡസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ മാക്സിമം ആൾക്കാരുടെ ഡൗട്ട്. അതെ. അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ ഈ കർവ്ഡ് ഷേപ്പ് ആക്കിയത് കാരണം കൊണ്ട് ഈ ഡ്രൈനേജ് വഴിയെ മാത്രമേ പോവുള്ളൂ അല്ലേ? ക്ലീൻ ചെയ്ത മറ്റേ വാട്ടർ എല്ലാം ഡസ്റ്റ് മൊത്തം പുറത്തു പോകും. അതായത് വാട്ടർ ഇങ്ങനെ ട്യൂബ് പോലെ നമ്മൾ ഈ ഒരു ടാങ്ക് നിൽക്കുന്നത് കൊണ്ട് ഡസ്റ്റിന്റെ സൈഡിലേക്ക് എൻഡിലേക്ക് വരും. ഈ ഡ്രെയിനിലോട്ട് വരും. ഈ ഡ്രെയിനെ നമ്മൾ സെപ്പറേറ്റ് പൈപ്പ് വെച്ചിട്ട് ഗാർഡനിലേക്കോ അല്ലെങ്കിൽ മറ്റു പുറത്തേക്കോ നേരെ നിങ്ങൾക്ക് മേലെ തന്നെ വാൽവ് കൊടുക്കണം എന്നല്ല, താഴെ കൊടുത്താലും മതി. ആ രീതിയിൽ നിങ്ങൾക്ക് ഡസ്റ്റിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഇത് ഇടയ്ക്ക് കയറി ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ? ഇതുപോലെ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം ഡ്രെയിൻ ചെയ്യാൻ എളുപ്പമെന്ന് പറഞ്ഞപ്പോൾ പലരും പറയാണ് അത് നിങ്ങൾ കാണിച്ചു തരണം കറക്റ്റ് അല്ലാന്ന്. അതാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത് അല്ലേ? വെള്ളം ഒഴിച്ച് നോക്കാം. വെള്ളം നേരെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മള് സാധാരണ വെള്ളം ടാപ്പിലേക്ക് വരുന്നത് അല്ലേ? ഇത് ഔട്ട്ലെറ്റ് അല്ല, ഇത് നമുക്ക് ക്ലീനിങ്ങിന് ഡ്രെയിൻ ആണ്. ഏകദേശം എന്താ ഒരു 5 ലിറ്ററിലധികം വെള്ളം ഇങ്ങനെ നിൽക്കുമായിരിക്കും അല്ലേ ഈ ഒരു താഴേക്ക്? അതായത് വെള്ളം നിൽക്കും. ഓക്കെ. അതായത് പൊടികൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് അടിഞ്ഞുകൂടുക. ആ പൊടി നമുക്ക് ഇത് വാൽവ് ഒന്ന് ഊരി നോക്കാം അല്ലേ? വാൽവ് ഊരി കഴിഞ്ഞാൽ നേരെ വെള്ളം ഡ്രെയിൻ ആയിട്ട് പോകും. അതാണ് ഇതിന്റെ ഒരു പ്രവർത്തനം. നമ്മൾ സാധാരണ രീതിയിൽ വാൽവോ ടാപ്പോ ഗാർഡനിലേക്കൊക്കെ സെറ്റ് ചെയ്താൽ മതി. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ഡസ്റ്റ് മൊത്തം ഇവിടേക്ക് വരും. അതിനുശേഷം ഇതുപോലെ ക്ലീൻ ചെയ്യാം. അതാണ് ഇതിന്റെ ഒരു പ്രവർത്തനം. ഇവിടെയുള്ള ഡസ്റ്റിനൊക്കെ ഒന്ന് കറക്കി അങ്ങ് എടുത്ത് കൊണ്ട് പൊക്കോളും. അതാണ് ഇതിന്റെ ഒരു പ്രവർത്തനങ്ങൾ കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ ടാങ്കും ഹൈജീനായിട്ട് നിൽക്കും. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാ പാർട്സും SS തന്നെ വരുന്നു. ഇനി ഇത് സ്റ്റാൻഡിലേക്ക് കയറ്റി നിർത്തുമല്ലോ അല്ലേ? അതും SS തന്നെയാണ്. 304 എല്ലാം ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നു. നമുക്ക് ഇതിന്റെ മാനുഫാക്ചറിങ് ഒന്ന് കണ്ടാലോ? നമ്മളൊരു ഫാക്ടറിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പ്രധാനമായിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഈ കാണുന്നതാണ് ഇതിന്റെ ഷീറ്റ്. ഇതാണ് 304 ഷീറ്റ് വരുന്നത്. 304 അല്ലേ? 0.5. ഇത് ഒരുപാട് റോളുകളായിട്ട് ഇവിടെ ഉണ്ടാവും അല്ലേ? റോളുകളായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തു. ഈ റോളിനെ നമ്മൾ ഒരു ടാങ്ക് ആക്കി മാറ്റുക, അതാണ് അടുത്ത പ്രോസസ് അല്ലേ? ഓക്കെ. എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത്? ഇവിടെ നിന്ന് നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യുന്നു. ഒരു പ്രോസസ്സ്. അത് കഴിഞ്ഞതിന് ശേഷം റോളിംഗ് ഒരു പ്രോസസ്സ്. ഓക്കെ. റോൾ ചെയ്യുന്നു. സാധാരണ വെൽഡിംഗ് ആണോ അതിന് ചെയ്യുന്നത്? അല്ല, ഇതിന് സീം വെൽഡിംഗ് ആണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു ടാങ്ക് ആയിട്ട് മാറുന്നത്. അതെ. പിന്നെ സീം വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് തീ അങ്ങനൊന്നും ഉണ്ടാവില്ല. കാരണം റസ്റ്റ് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ല. ഇത് റസ്റ്റ് വരാൻ സാധ്യതയില്ല. കാരണം 2 കോപ്പറുകൾ തമ്മിലുള്ള മറ്റേ വെൽഡാണ് ഇതിൽ നടക്കുന്നത്. അതിനാണ് സീം വെൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ സീം വെൽഡിങ്ങിൽ മാക്സിമം അല്ല, കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ. പിന്നെ ഇത് ഹീറ്റ് ആവില്ലേ ഇത് വെൽഡ് ചെയ്യുമ്പോൾ? അതിനെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഹീറ്റ് കൂളിംഗ് സിസ്റ്റം ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ തന്നെ വെൽഡിങ്ങിന്റെ കൂടെ തന്നെ മറ്റേ വാട്ടർ സർക്കുലേഷൻ നടത്തി മറ്റേ കൂളാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് നടക്കുന്നത്. എത്ര വർഷം ഇങ്ങനെ ഒരു ഫാക്ടറി ഇവിടെ? ഏകദേശം 25 വർഷത്തിന്റെ മുകളിലായി. 25 വർഷമായിട്ട് ഹൈക്കൺ മാർക്കറ്റിലുണ്ട്. മാർക്കറ്റിൽ. ഓക്കെ. ഇവിടുന്ന് വീടുകളിലേക്ക് മാത്രമല്ല ഫാക്ടറികളിലേക്ക്, വലിയ സ്ഥാപനങ്ങളിലേക്ക് ഒരുപാട് ടാങ്കുകൾ പോകുന്നുണ്ട് അല്ലേ? നമ്മൾ പരിചയപ്പെടുത്തിയിരുന്ന 1000 ലിറ്ററിന്റെ ആണ്. ഏതൊക്കെ സൈസുകളിൽ വരുന്നുണ്ട്? നമ്മളിപ്പോ 500 മുതൽ 2000 വരെ ഇവിടെ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. 500, 1000, 1500, 2000. പിന്നെ 1000 0.6ന്റെ 1000 ഇതേ സൈസ് തന്നെയാണ് 0.6 നമ്മൾ വരുന്നത്. ഓക്കെ. ഇവിടെ നമുക്ക് മാറ്റ് ഫിനിഷ് ക്ലിയർ ആയിട്ട് കാണാം, അതുപോലെ ഗ്ലോസി കാണാം, അതുപോലെ പല സൈസുകളിലായിട്ട് കാണാം. ഇതിന്റെ സ്റ്റാൻഡ് കണ്ടപ്പോഴാണ് ചോദിച്ചത്. ഇതാണ് ആളുകൾക്ക് സംശയം. നിങ്ങൾ ക്വാളിറ്റിയുള്ള ടാങ്ക് നിർമ്മിക്കും, എന്നിട്ട് ലെഗ് വേറെ GIയിലൊക്കെ ചെയ്ത് കൊടുക്കും, അങ്ങനെയാണോ? അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. ടാങ്കും SS തന്നെയാണ്, സ്റ്റാൻഡും SS തന്നെയാണ് വരുന്നത് അല്ലേ? ഇതുപോലെ വാട്ടർ ടാങ്ക് സ്റ്റീൽ ഉണ്ടാക്കുമ്പോൾ ഇടിമിന്നൽ ഏൽക്കുമെന്നല്ലേ നിങ്ങളുടെ സംശയം? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിൽ നമ്മുടെ നാട്ടില് മറ്റേ മെറ്റലില് കുറെ സംഗതികൾ ഓടുന്നുണ്ട്. ബസ്സുകൾ ഓടുന്നുണ്ട്, ട്രെയിനുകൾ ഓടുന്നുണ്ട്. ഇത് ഇത്ര കാലം വരയ്ക്കും
നമ്മുടെ ഈ ടാങ്കിന് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. അത് മാത്രല്ല ഇപ്പൊ വീടുകളിലെ ഒരുപാട് ഡ്രസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും ജിയും GP ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആ ടെൻഷൻ നിങ്ങൾക്കില്ല. ഇതുപോലെ ടാങ്ക് നിർമ്മിക്കുന്ന എല്ലാ പ്രോസസ്സും കാണിച്ചു തന്നു. ഇതിൽ ഒരുപാട് വെൽഡിങ് വരുന്നുണ്ട്. പക്ഷെ ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമാവില്ലേ? ലീക്കേജ് ഇല്ല. നമ്മൾ ഫാക്ടറിന്റെ ഉള്ളിൽ ലീക്കേജ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓരോ ടാങ്കും ടെസ്റ്റ് ചെയ്തിട്ടേ വിടുന്നുള്ളൂ. അതെ അതെ, ഓരോ ടാങ്കും ചെക്ക് ചെയ്യേ. അതെ, ഇതുപോലെ ചെക്ക് ചെയ്യൂലേ? അതെ, എല്ലാ മറ്റേ വാട്ടർ ഫുൾ ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്തതിന് ശേഷം ഈ വെൽഡിങ്ങിന്റെ ഗ്യാപ്പ് വഴി ലീക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. അതെ, അതാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രോസസ്സിലാണ് നമ്മൾ ടെസ്റ്റിംഗ്. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ഇതുപോലുള്ള വാട്ടർ ടാങ്ക് കിട്ടും. ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഫുഡ് ഗ്രേഡ് അല്ലാത്ത പ്രൊഡക്റ്റ് കൊണ്ട് ഇതുപോലെ വെള്ളം സ്റ്റോറേജ് ഉള്ളതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. അതുപോലെ തന്നെ ഫോളോ ചെയ്തു പോകുന്നുണ്ട്. നമ്മളിവിടെ പരിചയപ്പെടുത്തിയതൊക്കെ സ്റ്റീൽ വാട്ടർ ടാങ്ക് ആണ്. അതും ഹൈക്കണിൽ എങ്ങനെ നിർമ്മിക്കുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് എല്ലാ കമ്പനികളും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ അതിന്റെ കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ ഓരോന്നിന്റെയും വിലകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു പ്രൊഡക്റ്റിന്റെ വിലയല്ല ഇതിനകത്ത് വരുമ്പോൾ ഓരോന്നും ഡിഫറെന്റ് ആണ്. അതിന്റെ തിക്നെസ്സിന് ഡിഫറെന്റ് ആണ്, അതിന്റെ ഫിനിഷിങ്ങിന് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും തീർക്കാവുന്നതുമാണ്. അല്ലേ? താങ്ക് യു. Hycon, powering the nation.